80-ൽ കാസർഗോഡ് ഒ രാജഗോപാലിന്റെ കമ്മിറ്റി കൺവീനർ ലീഗിന്റെ ചെർക്കുളം അബ്ദുള്ളയായിരുന്നു. ഇപ്പോൾ UDFന്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും RSSുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെ CPM നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം RSS വേദിയിൽ പോയിട്ടുണ്ട്, തിരി കൊളുത്തിയിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ടുണ്ട്, കൈയെടുത്ത് തൊഴുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് PS ശ്രീധരൻപിള്ള പറയുന്നു കോൺഗ്രസിനാണെങ്കിലും ശരി CPMനാണെങ്കിലും ശരി RSS വിരോധം എന്ന് പറയുന്നത് ഒരു മുഖംമൂടി മാത്രമാണ്. അതെന്തിനാണെന്ന ചോദ്യത്തിന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു അത് ന്യൂനപക്ഷ പ്രീണനം എന്ന ഒറ്റ ലക്ഷ്യം വെച്ചും വോട്ട് വെച്ചുമാണ് എന്ന്. ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ സത്യം? ഞാനതിനകത്ത് കുറച്ചു നേരം എനിക്ക് മറുപടി പറയാൻ തരണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ശ്രീ VD സതീശനെതിരെ ശ്രീ ഭാസ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി പറയുന്ന 2 ആരോപണങ്ങൾ. ഒന്ന്, അദ്ദേഹം RSSൻ്റെ വേദിയിൽ പോയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ 150ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങ്, ആ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ഭാരതീയ വിചാര കേന്ദ്രം, വിവേകാനന്ദ കേന്ദ്രം എന്നുള്ള അവരാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ആ ചടങ്ങ് നടക്കുന്നതിൻ്റെ കൃത്യം 1 മാസം മുമ്പ് അതേ പുസ്തകം തിരുവനന്തപുരത്ത് വെച്ചൊരു പ്രകാശനം നടത്തിയിരുന്നു. ആ പ്രകാശനം നടത്തിയ ആളുടെ പേര് സഖാവ് VS അച്യുതാനന്ദൻ എന്നാണ്. അദ്ദേഹം ആ പ്രകാശനം നടത്തിക്കൊണ്ട് നടത്തുന്ന ചിത്രമാണ് ഞാനിപ്പോൾ ഈ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഭാസ്കർ മറുപടി പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ഹാൻഡിലുകൾ വളരെ വ്യാപകമായി പറയുന്ന ഒരു കാര്യമാണ് ഗണേശോത്സവം. ഈ ഗണേശോത്സവം RSS സംഘടിപ്പിക്കുകയാണ്, അതിനകത്ത് ശ്രീ VD സതീശൻ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് കുറേയധികം സൈബർ ഹാൻഡിലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗണേശോത്സവത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിക്കുന്ന ഒരു ചിത്രമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഗണേശോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, അത് RSS വേദിയിലായിരുന്നു എന്ന് ശ്രീ ഭാസ്കർ ഉത്തരം പറഞ്ഞാൽ മതി. അതാണ് VD സതീശനെതിരെ വന്ന ആരോപണത്തിൻ്റെ കാര്യം. പിന്നെ ഈ വിഷയത്തിൽ ഇതിൽ RSS നേതാക്കന്മാരുടെ കൂടെ ചായ കുടിച്ചതല്ല വിഷയം. നിങ്ങൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ADGP അജിത് കുമാർ വണ്ടി ഒളിപ്പിച്ചു വെച്ച് മറ്റൊരു വണ്ടിയിൽ കയറി RSS സർസംഘചാലകായ ശ്രീ ഹൊസബല്ല ദത്താത്രയെ കാണുകയും അതിൻ്റെ തുടർ ചർച്ചയ്ക്കായി തിരുവനന്തപുരത്ത് കോവളത്ത് റാം മാധവിനെ കണ്ടതും എന്തിനാണ് സീക്രട്ടായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മുൻകാലത്തെ 1-2 കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറയുന്നുണ്ട്, ഇവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കിടെ മതം ഇടപെടുത്താൻ നോക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ അവർ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിൽ തൊടാൻ സാധിക്കുന്നില്ല. ഈ സന്ദീപ് വാര്യർക്കും BJPക്കാർക്കും എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ അവർ പറയണ്ടേ? 2019 സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് സാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാത്തത്? 2019 ശേഷമാണ് ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നത്. 2019 ശേഷം ADGP അജിത് കുമാർ ശശിയും ചേർന്ന് അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്ന PV അൻവറിൻ്റെ ആരോപണം നിങ്ങൾ ക്യാരി ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലമായി സ്വർണ്ണക്കള്ളക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായി വിജയനുമാണെന്നുണ്ടെങ്കിൽ അതിന് ഓശാന പാടുന്നത് നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയല്ലേ? ആ അന്വേഷണം ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, SFIO അന്വേഷണം, ലൈഫ് ലൈൻ അഴിമതി, ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് അഴിമതി കേസുകൾ വളരെ പ്രത്യക്ഷത്തിൽ കേരള BJP ഉയർത്തിയിട്ടും എന്തുകൊണ്ടാണ് സാർ ഒരൊറ്റ തവണ ആ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, ആരുടെ? അമിത്ഷായുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി, അവർ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കിലേക്ക്, ആ വീടിൻ്റെ പടിക്കിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ധാരണയുണ്ട്. ആ ധാരണയെ പറ്റിയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ആ ധാരണയുടെ ദല്ലാൾ, ഒത്താശക്കാരൻ അയാളാണ് ADGP അജിത് കുമാർ. അതാണ് ADGP അജിത് കുമാറും RSS മേധാവികളും തമ്മിൽ കണ്ടതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് കാഴ്ചയിൽ ചായ കുടിച്ചു അല്ലെങ്കിൽ ലഡു തിന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവർ അവിടെ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം. ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർ സമരം ചെയ്തതാണല്ലോ, കേരളത്തിലെ BJP നേതാക്കന്മാർ ഇന്നും പറയുന്നതാണല്ലോ. എവിടെ പോയി സാർ നിങ്ങളുടെ SFIO അന്വേഷണം എവിടെ പോയി? ഇപ്പൊ അവർ പറയുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാഹുൽ ഗാന്ധി കൊടയും വാളുമൊക്കെ എടുത്തെന്ന്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന് പരസ്യമായി പറഞ്ഞില്ലേ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം എന്താണ് പ്രിവിലേജ്,
എന്തിനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്ര പ്രിവിലേജ് കൊടുക്കുന്നതെന്ന് പരസ്യമായി ചോദിച്ചില്ലേ? അല്ല, അഭിനവർക്ക് 7 അന്വേഷണ ഏജൻസികൾ വന്ന് മൂളി പറന്നിട്ടൊന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് അദ്ദേഹത്തിന് തൊടാൻ കഴിയുന്ന തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് CPM ഏറ്റവും വലിയ പ്രതിരോധം. അല്ല, അപ്പൊ അവിടെയാണ് മാധു അതിന്റെ ഉത്തരം പറഞ്ഞു തരാം. ഇപ്പൊ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ സഖാവ് പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി ഇവിടെ വന്ന് 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വരെ ആക്ഷേപിച്ചിട്ട് പോയി. ഈ പിണറായി വിജയൻ നാവെടുത്ത ഒരു ഒറ്റ വാക്ക് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞു നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മാധു? ഇനി അതും മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാ BJP ഇതര ശക്തികളും BJP ഇതര നേതാക്കന്മാരും സ്വന്തം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്ത് അവരുടെ പാർട്ടി നയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് BJP ഇതര നേതാക്കന്മാരിൽ അങ്ങനെ ചെയ്യാത്ത ഒരേ ഒരു നേതാവ് അയാൾ RSSകാരന്റെ ഒറ്റുകാരനായ പിണറായി വിജയനാണ്. അയാൾ ഇന്തോനേഷ്യക്ക് ടൂർ പോയി പിണറായി വിജയൻ. അതും മാത്രമല്ല, ഈ കർണാടകയിൽ ജനതാദളുമായി കൂട്ടുകൂടിയ ഈ BJPയുടെ ഘടകകക്ഷിയായ ജനതാദൾ, ആ ജനതാദളിന് കേരളത്തിലാണ് ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മന്ത്രി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ CPMന്റെ മന്ത്രിസഭയിലാണ്. നിങ്ങൾ ആലോചിക്കുക. അതിനുശേഷം ഈ കേരളത്തിൽ ഇത്രയധികം വിഷയം വന്നു. ഞങ്ങളാണോ മാധു പറഞ്ഞേ? VS സുനിൽകുമാർ അല്ലേ പറഞ്ഞേ പോലീസാണ് പൂരം കലക്കിയത്? പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. ആർക്കെതിരെ ആരോപണം? ADGP അജിത് കുമാറിനെതിരെ. PV അൻവർ ഇവരുടെ MLA ആണ് പറഞ്ഞത് പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. ആർക്കെതിരെ ആരോപണം? ADGP അജിത് കുമാറിനെതിരെ. ഇവരുടെ ഘടകകക്ഷിയായ LJD അവരാണ് പറഞ്ഞത് പൂരം കലങ്ങിയതാണ്, കലക്കിയതല്ല. ആർക്കെതിരെ ആരോപണം? ADGP അജിത് കുമാറിനെതിരെ. എന്നിട്ട് ADGP അജിത് കുമാറിനെ ഇന്നും സംരക്ഷിക്കുന്നത് ആരാണ് മാധു? ആ സംരക്ഷിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന്റെ കാരണം കള്ളന് കഞ്ഞി വെച്ചവനാണ് അജിത് കുമാർ. ആ കള്ളൻ അജിത് കുമാറിന് അധികം അങ്ങനെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കഞ്ഞി വെപ്പുകാരനെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത് നിയമപരമായ പ്രശ്നത്തിന്